ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ക്ലീനിങ് ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ അടിച്ചു വാരുക, തുടയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ അല്ലേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം, എല്ലാവർക്കും മടിയുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ വീട്ടിലൊക്കെ ഇതുപോലെ എപ്പോഴും എത്ര നമ്മൾ വൃത്തിയാക്കി വെച്ചാലും ചെറുതായിട്ട് പൊടികളും എല്ലാം ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ മാറാലേക്ക് അടിക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് തറ അടിച്ചു വാരുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ അതുപോലെ അടിച്ചു വരാറുണ്ട്. എല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ മാറാലേക്ക് അടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചൂലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ സെല്ലോ ടേപ്പാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സെല്ലോ ടേപ്പ് എല്ലാ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതിൻ്റെ ആ ഒരു തലപ്പ് ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വീതി ഉള്ളത് കൊണ്ട് ഞാനിത് എങ്ങനെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിൽ പുല്ലിൻ്റെ ചൂലൊക്കെ ഇതുപോലെ വീതി ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അതിലും നമുക്കിതിൻ്റെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് ഞാൻ ആ ഒരു സെല്ലോ ടേപ്പിൻ്റെ അരികിലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് വീതിയായിട്ട് നമുക്ക് കിട്ടും കണ്ടോ. ഇതുപോലെ നമുക്ക് വീതിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെ പുല്ല് ചൂലുണ്ടാവില്ലേ, അപ്പോൾ കുറച്ച് പരന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഞാനിപ്പോൾ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്ന പോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. അതല്ല ഇങ്ങനത്തെ ചൂലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഏത് സൈഡാണോ അടിച്ചു വരുന്നത് ആ ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാനും പറ്റും. ഇനി ഞാനിവിടെ ഈ ഒരു മാറാലയുടെ ആ ഒരു ചൂല് വെച്ചിട്ട് നമുക്ക് വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഇത് കുറച്ച് അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് വലുതും ചെറുതൊക്കെ ആക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് നമ്മുടെ കട്ടിലിൻ്റെ അടിയിലൊക്കെ നമുക്ക് അടിച്ചു വരാനായിട്ട് പറ്റും കണ്ടോ. ഇതുപോലെ നമുക്ക് കുമ്പിട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചിലവർക്ക് നടുവേദനയൊക്കെ ഉള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആവട്ടെ ഈ ഒരു ടിപ്പ്. അപ്പോൾ കട്ടിലിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് പൊടികളും അതേപോലെ തന്നെ കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ മുടികളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ നമ്മളെ ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പൊടികളൊക്കെ ഈ കട്ടിലിൻ്റെ അടിയിലാണ് പോയി നിൽക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ അടിച്ചു വരാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അടിച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം ഇതിൽ എത്രത്തോളം പൊടികളുണ്ട്. നമ്മൾ കാണാത്ത പൊടികൾ പോലും അത് വലിച്ചെടുക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഇതിൽ മുടിയും അതുപോലെ തന്നെ നന്നായിട്ട് പൊടികളൊക്കെ നമുക്ക് കാണാത്ത പൊടികളൊക്കെ നന്നായിട്ട് ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. കൂടുതലായിട്ടും അലർജി ഉള്ളവർക്കൊക്കെ ഇതുപോലെ അടിച്ചു വരുന്ന സമയത്ത് അത് പൊടികളൊക്കെ പറക്കാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ആകുന്ന സമയത്ത് അതിൽ തന്നെ എല്ലാം പറ്റിപ്പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അലർജി ഉള്ളവർക്കും ഇതുപോലെ അടിച്ചു വരാവുന്നതാണ് കണ്ടോ. നന്നായിട്ട് തന്നെ മുടിയും അതുപോലെ തന്നെ പൊടികളൊക്കെ ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തറകളും വേണമെങ്കിൽ അടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ അടിച്ചു വരുന്ന സമയത്ത് ആ പൊടികളൊക്കെ അതിൽ നന്നായിട്ട് പറ്റിപ്പിടിച്ചിരിക്കും കണ്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മാറാലയൊക്കെ നമുക്ക് ഇത് വെച്ചിട്ടും നമുക്ക് അടിച്ചു വരാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എടുത്തിട്ട് നമുക്ക് വേറെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ചുമരൊക്കെ കണ്ടോ, ഈ ചുമരിലൊക്കെ ഇതുപോലെ നന്നായിട്ട് മാറാലയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മുടെ മേലെ പൊടിയൊന്നും വീടില്ല, അതിൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഫാന് അതുപോലെ AC എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ ജനലിലൊക്കെ നന്നായിട്ട് പൊടികൾ ഉണ്ടാവാറുണ്ട്. അതൊക്കെ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സോഫിൻ്റെ അടിഭാഗത്തൊക്കെ പൊടികൾ ഇതുപോലെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് അവിടെയും ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഡോറിൻ്റെ അടിഭാഗത്ത് ബാക്ക് സൈഡൊക്കെ ഇതുപോലെ ചെറുതായിട്ട് പൊടികൾ ഉണ്ടാവാറുണ്ട്. അതൊക്കെ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും അസ്സലാം.